എല്ലാ ഫ്രണ്ട്സിനെയും പോലെ തന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഞങ്ങൾ കയറ്റിയ ആൾക്കാരാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യത്തെ പ്ലാൻ അങ്ങ് സക്സസ് ആയി. അങ്ങനെ കോഴിക്കോട് നിന്നും എറണാകുളത്തു നിന്നായിട്ട് തിരുവനന്തപുരത്തേക്കൊരു യാത്ര. Finally we reached Trivandrum. നീ എന്തെങ്കിലും പറ. നമ്മള് ഇവിടെ വന്നാണ്. ഫുഡ് എങ്ങനെയാണെന്നും അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞ? ചിക്കൻ ഫൈനലി ഇടിയപ്പം. നീ ഡയറ്റ് ആയതുകൊണ്ടോ ചപ്പാത്തി? തിരുവനന്തപുരത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ഒരു പിടിയില്ല. കോഴിക്കോടത്തെ ഫുഡിനെ കുറിച്ച് ഒരിക്കലും ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അമ്മായിയമ്മേന്റെ സാരി ഉടുത്തിട്ടും കൂടെ ഇല്ലാത്തൊരു സാരി അമ്മായിയമ്മ കൊടുത്ത്. അമ്മായിയമ്മ സൂപ്പർ. നാളെ പോവാൻ വേണ്ടിട്ട് ഇന്ന് തന്നെ അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പണി. ഇവിടെ എന്നെ ഒരുക്കാൻ ഒരു പാടില്ല. കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടി ഞാൻ തലേന്ന് എന്ത് ചെയ്യാം, ഡ്രസ്സിങ് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കും. കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. എൻ്റെ ഒക്കെ 5 മിനിറ്റിലെങ്കിൽ ചെയ്തു തന്നു. ഇതിപ്പോ 15 മിനിറ്റ് ആയി ഗൈസ്. ഇത്രയും റൊമാൻറ്റിക് ആയിട്ട് ഭാര്യക്ക് സാരി പിടിച്ചെടുക്കുന്ന ഞാനെന്ത് ചെയ്യണം? നീ പറഞ്ഞോളൂ, അതേപോലെ അശ്വിൻ എന്താ തീരി നിക്കുന്നേ? തൈരുണ്ട് ഇങ്ങോട്ടൊക്കെ. സാരി ഉടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ ആയിരുന്നേ. സാരി ഉടുക്കാനൊക്കെ അറിയാം. ക്യാമറ ഫിയർ ആണോ? ഗൈസ്, അരമണിക്കൂറായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് സാരി ഉടുക്കാൻ അറിയാത്തോളം ഉടുക്കാൻ അറിയുന്നോളും കൂടെ തുടങ്ങിയതാണ്. അരമണിക്കൂർ. ഞാൻ അഞ്ജനേന്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഗൈസ്, ആ കറുപ്പം വെള്ള ജീബ്ര അല്ലേ, അതെന്റെ ഭാവി വധുവാണെന്ന് പറയുന്ന പെണ്ണാണ്. എന്നെ കെട്ടണമെന്ന് അവർക്ക് ഭയങ്കര ഇതുണ്ട്, ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് പറയണം. പിന്നെ അഞ്ജന ജിത്തുവിൻ്റെ അടുത്ത് ഇപ്പം അല്ല നാളെ പോയാൽ മതി എന്നുള്ള ആഗ്രഹത്തിലുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അഞ്ജന. എന്നോട് പറഞ്ഞ ദുബായ് പോവുകയാണെങ്കിൽ മോളെ അവളെയും കൊണ്ട് പൊക്കോ. ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്ന പോലെ അവൾക്ക് പറ്റൂല മോനെ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ രാവിലെ ചുരുക്ക് റെഡി ആയി കേട്ടോ. ഒരു പാവാടയാണ് ഉണ്ടാക്കുന്നതെന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും നാളെ രാവിലെ ഇവര് ഈ ഒരുക്കൊക്കെ കണ്ടിട്ട് കോലം കണ്ടുള്ളു രാവിലെ പുറപ്പെട്ടുള്ള. ആ
ബ്യൂട്ടി അല്ല. ചെക്കന്മാർ. നീ എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഒരു അമ്പലത്തിൽ വരുമ്പോ ഞാനാണോ എല്ലാ സാധനവും എടുത്തത്? ആ നിങ്ങൾ വലിയ പ്ലാൻഡ് പീപ്പിൾസ് അല്ലേ? കച്ചറാണ് ഇവിടെ നടക്കുന്നത്. എന്തേലും നടക്കട്ടെ. അങ്ങനെ 5:30 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. സാരി ലുക്ക്. ഇത്രയ്ക്ക് ഒരുക്കമുള്ള ഒരു കുട്ടീനെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടില്ല. അവനെ ഇങ്ങനെ ഈ ചെക്കനെ നീ ബുദ്ധിമുട്ടിക്കണ. ഞങ്ങളുടെ മോർണിംഗ് ഞങ്ങൾ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിഞ്ഞ്. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. എന്നോട് പറഞ്ഞെന്താ അറിയോ, ഫൗണ്ടേഷൻ കൊണ്ടുവരാൻ. എന്തിനാറിയതാ, ഇത് കണ്ടോ അവളുടെ സാധനം കണ്ടോ, അവളെല്ലാം വാരി തേച്ചിട്ട് മേക്കപ്പ് കൂടി പോയിട്ട്. ഞാൻ അങ്ങനെ മേക്കപ്പ് ആകും തേക്കല്ല. ഫൗണ്ടേഷൻ അതെ, ഏതെങ്കിലും കല്യാണം ഫൗണ്ടേഷൻ ഇല്ല. ഞാൻ പാവപ്പെട്ട വീട്ടിലെ അത് മനസ്സിലാവാനുണ്ട്. ഇവളെല്ലാം വാരി തേച്ചിട്ട് മോട്ടർ ഓരോന്നാക്കിട്ട്. ഇത് കണ്ടോ, ഇത് ബ്രാൻഡ് ഒന്നും എനിക്കറിയില്ല. കല്യാണത്തിനല്ല പോകുന്ന, ഒരു അമ്പലത്തിലേക്ക് പോകുന്നതാ. കുറയ്ക്ക് ഐബ്രോ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നാച്ചുറലാ. നമ്മള് ഓട്ടോയിലാണ് പോകുന്നത്. എടുക്കാൻ മറന്നു. എല്ലാ ഗ്രാമറാണ്. പിന്നെ മുടി ഇപ്പൊ ഇവിടത്തെ ബെസ്റ്റ് വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം. മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. ഫോട്ടോ സെഷൻ കഴിഞ്ഞപ്പോൾ കറക്റ്റ് മഴ പെയ്തു. നല്ല വ്യൂ അല്ല. ഞങ്ങളുടെ ഫേവറേറ്റ് സായിപ്പിനെ കാണിച്ചു തരാം. അതെ ഈ മഴ പെയ്തിട്ട് പോലെ മെഡിറ്റേഷൻ കുറേ നേരം, 1 മണിക്കൂറോളായി മഴ പെയ്തത്. ഡീപ്പ് മെഡിറ്റേഷനിലെ ആളുള്ളത്. പക്ഷെ ഇങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രക്ഷയില്ല. ഇത്രയും വലിയ ഇഡ്ഡലിയൊക്കെ മസാല ദോശ ടീം. ഇഡ്ഡലിന്റെ വലിപ്പം കണ്ടത് ഇഡ്ഡലിയാ പോലും. ഹലോ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്, ഞങ്ങൾ ആദ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുതിരമാളിക കാണാൻ വേണ്ടി വന്നതാ. 100 രൂപ. നിങ്ങളെന്തൊന്നും വേണ്ടാത്ത? 100 രൂപ ഒരാൾക്ക് 100 രൂപ ഈ ഒരു മ്യൂസിയം കാണാൻ വേണ്ടിട്ട്. 100. എവിടെ പോയാലും ഫുള്ള് ഇതന്നെ പരിപാടി. കപ്പിൾസ് ആണ് പോലും, കപ്പിൾസ്. പുത്തൻമാളിക പാലസ് മ്യൂസിയം.
അതാണ് ശീലം. സീലിംഗ് ഒക്കെ എല്ലാ സ്ഥലത്തും വേറെ വേറെ സീലിംഗ്. എവിടെ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ടോപ്പ്. ചിത്രാലയം മ്യൂസിയം. ഡ്രസ്സൊക്കെ മാറ്റി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താ സദ്യ സ്പെഷ്യല, തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സദ്യ കഴിക്കാൻ. എന്തായിരുന്നു പേര്? മദേഴ്സ് വെജ് ക്ലാസ്. എന്തോ പേര് പോയിട്ട് പറയാം. ഭയങ്കര റഷായിട്ടുള്ള ഒരു ഹോട്ടല് അല്ല അച്ചു? ഇവരൊക്കെ തിരുവനന്തപുരം സദ്യ കഴിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ശരിക്കും കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം പപ്പടം ഇങ്ങനെ പൊട്ടിക്കാം. ചൂടുണ്ട്. ഇങ്ങനെയൊക്കെയാണോ കഴിക്കുന്നത്? സദ്യ കഴിച്ച മണ്ടക്ക് എത്ര പായസ? മോള് വെച്ചിട്ടുള്ള പായസം, സേമിയ പായസം. അത് മോളി വെച്ചിട്ടുള്ള കോളിന്റെ പ്രശ്നം കൊണ്ടാണ് സൂയിലേക്ക് പോവാണ്. ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടേ ഉള്ളു, പക്ഷെ ചില സാധനങ്ങളും കാണുമ്പോ അല്ലേ കാണിച്ചു തരാം. പക്ഷെ അങ്ങനെ നെല്ലിക്ക നീ കണ്ടിട്ടുണ്ട്? കവറിലിട്ട നെല്ലിക്ക കുരങ്ങന്മാരെ കണ്ട. നമ്മളിപ്പം സൂവിലുള്ള ട്രിവാൻഡ്രം സൂവില് നമ്മളിപ്പം ഇതുവരെ കാട്ടുപോത്തിനെ കണ്ടു. ഒരു സിംഹവാലം കുരങ്ങനെ രണ്ടാളെയും കൂടെ നടക്കുന്ന എന്നാണോ? ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഡെസ്റ്റിനേഷനിൽ അടുത്ത മൃഗത്തെ കാണാൻ വേണ്ടി പോവാണ്. എന്തായിരിക്കും ഒരു ഐഡിയ ഇല്ല.
കരടിനെ കാണാം. എവിടെ ആരെ ഡിയർ. എവിടെ ഫൈനലി ട്രിപ്പ് കഴിഞ്ഞു. ഞങ്ങൾ റിട്ടേൺ പോവാണ്. ഇതൊക്കെ കേൾക്കില്ലേ മൈക്കില്ലാത്തോണ്ട് അറിയാം. നീ വോയിസ് ഓവർ ചെയ്താണ്. 5ാമത്തെ പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടേത്. ബുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് സീറ്റ് കിട്ടില്ല. മൊത്തത്തില് ടയർഡായി അല്ലേ? അങ്ങനെ അഞ്ചങ്ങനെ പറഞ്ഞു വിടാൻ പോവാണ്. ബിസ്ക്കറ്റ് ഇതൊക്കെ കൊടുത്തു. പക്ഷെ ആൾക്ക് അതായത് ടിക്കറ്റ് വെയിറ്റ് ലിസ്റ്റിലായിട്ട് തൽക്കാലമുള്ള എടുത്ത് ഒരു വലിയ ആൾക്കാർ. ഞാൻ ലോക്കലിൽ പോകുന്നുണ്ട്. ടിക്കറ്റ് എടുക്കാൻ അറിയില്ല. അതാണ് സംഭവിച്ചത്. തൽക്കാലം വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ടാണ് വേറെ ടിക്കറ്റ് കിട്ടി. ജനറൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ വന്ന് 6:40 ട്രെയിൻ വരുള്ളൂ. പക്ഷേ ഞങ്ങളിവിടെ എത്തി കറക്റ്റ് ടൈം 5:45 ട്രെയിനും ഞങ്ങൾ ഒരുമിച്ചെത്തി. അതുകൊണ്ട് എന്താ ഭാഗ്യം. സീറ്റ് കിട്ടി. ഇങ്ങനെ പോവാണ്. അടുത്ത ട്രിപ്പിൽ വരാണ്.